അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റിസ്വാന വക്കീലിൻ്റെ ഉമ്മ അത് ഉപ്പയോട് പറയുകയാണ്. അതെ, നമ്മുടെ മോൾക്ക് പുതിയൊരു ആലോചന വന്നിട്ടുണ്ട്. നിങ്ങളെന്താ പഴയ ആലോചനയെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാത്തത്? അത് എനിക്ക് അത്ര അങ്ങ് അത് മോൾക്കും വല്ലാതെ ഇഷ്ടമല്ല. അപ്പം ഇതോ? ഇത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ദീനിയായ ആളാണ്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. മോൾക്ക് സമ്മതമായിരിക്കുമോ? മോളോട് ചോദിച്ചു നോക്കിയിട്ട് മോള് കറക്റ്റായിട്ടൊരു ഉത്തരവൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരിക്കൽ പോലും ആ പിതാവിന് അറിയില്ലായിരുന്നു അത് തൻ്റെ മകൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം എന്നുള്ളത്. എന്തൊക്കെ തന്നെയാലും മോൾക്കൊരു സർപ്രൈസ് കൊടുക്കാം എന്നും പിതാവ് വിചാരിക്കുകയായിരുന്നു. എന്നാൽ ഇതറിഞ്ഞ മോള് റിസ്വാന, അവൾക്ക് സങ്കടമായിരുന്നു. അതെ, ഉപ്പ അത് പറഞ്ഞതിൽ പിന്നെ ഏയ് ഉപ്പ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും എൻ്റെ ഉപ്പ അത് ഓക്കെ ആക്കിയിട്ടേ ഉള്ളൂ. ഒരിക്കൽ പോലും എൻ്റെ ഉപ്പ എനിക്ക് എതിര് പറഞ്ഞിട്ടില്ല. അതായത് എൻ്റെ ഉപ്പ എപ്പോഴും എന്നോട് പറയും മക്കളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്നുള്ളത്. എൻ്റെ പൊന്നുമോളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അതാണ് ആ പിതാവ് വിചാരിച്ചിരുന്നതും. എന്നാൽ താൻ ഒരു കാര്യം ഞാൻ എതിർത്ത് പറഞ്ഞു, ഉപ്പ അതെനിക്ക് വേണ്ട ഉപ്പ എന്ന് പറഞ്ഞപ്പോൾ പാവം എൻ്റെ ഉപ്പ സങ്കടം ഉണ്ടെങ്കിലും അതിന് ഉപ്പ കൂടുതലായിട്ട് വാശി പിടിക്കാതെ ആയിക്കോട്ടെ മോളെ, മോളുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു. എന്നാൽ ഉപ്പ സന്തോഷത്തോടു കൂടി മറ്റൊരു വിവാഹബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെ ഞാനത് എതിർക്കും? അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. റബ്ബേ, ശരിയാണ്, എൻ്റെ ഉപ്പ എൻ്റെ ജീവിതകാലത്ത് എന്തൊക്കെ തന്നെ കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് നേടിത്തരുന്ന എൻ്റെ പൊന്നുപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലാ, എൻ്റെ ഉപ്പയെ ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കില്ല അല്ലാ. അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ അത്രയ്ക്ക് ജീവനായിരുന്നു. അതെ, അവളെ ഉമ്മ ചീത്ത പറയാറുണ്ട് ചെറുപ്പം മുതൽ തന്നെ. അതെ, ശകാരിക്കും. പക്ഷെ ഉപ്പ ഇതുവരെ എന്നെ നോവിച്ചിട്ട് പോലുമില്ല. എപ്പോഴും ഉപ്പയുടെ മടിയിൽ കിടന്നായിരുന്നു അവർ വളർന്നിരുന്നത്. അവൾ അങ്ങനെയായിരുന്നു. അതെ, ഉമ്മ എന്തെങ്കിലും ചീത്ത പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതെ, നിങ്ങളങ്ങനെ കൂടുതലായിട്ട് മോളെങ്ങനെ കൊഞ്ചിക്കാൻ നോക്കിക്കോളിട്ടോ. അതിനെന്താടി, നമ്മളെ മോളല്ലേ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എങ്കിലും കൂടുതലായിട്ട് നമ്മളെ മക്കളെ സ്നേഹിക്കാൻ പാടില്ല. എന്താ പിന്നെ ഞാൻ ആരെ സ്നേഹിക്കുക? എൻ്റെ മോളല്ലാതെ പിന്നെ എനിക്ക് ആരാടെ ഉള്ളത്? അല്ല, ബാപ്പാക്കും മോൾക്കും കുറച്ച് കൂടുന്നുണ്ട്. കുറച്ച് കൊഞ്ചലൊക്കെ നിർത്തിക്കോളി. അവൾ വലിയ കുട്ടിയായി വരികയാണ്. നിങ്ങളിങ്ങനെ എപ്പോഴും അവൾക്ക് സ്നേഹം കൊടുത്തതായി ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ പ്രയാസമായിരിക്കും അവൾക്ക്. ആ, എൻ്റെ കുട്ടി എൻ്റെ പൊന്നു മോളാണ്. ഉപ്പച്ചി എന്നെ വിട്ട് പോവല്ലേ ഉപ്പച്ചി, ഞാൻ എന്നും ഉപ്പച്ചിയുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ വളർന്നവളായിരുന്നു. അങ്ങനെ അവളെ LLBക്ക് ചേർത്ത സമയത്ത് മുതലാണ് അവൾ ആ വീട്ടിൽ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങിയത്. അത് കോളേജും ഹോസ്റ്റലും അതൊക്കെ അങ്ങനെയായിട്ട് അവൾക്ക് നല്ല പ്രയാസം തോന്നിയിരുന്നു. ആദ്യമൊക്കെ അവൾ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. ആദ്യമൊക്കെ അവൾ എല്ലാ ദിവസങ്ങളും കരയുമായിരുന്നു രാത്രി, തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കാണാൻ പറ്റാത്തതിൽ, പ്രത്യേകിച്ച് ഉപ്പയെ. എന്നാൽ രാത്രി ഒരുപാട് സമയം ഫോൺ ചെയ്തൊക്കെ സംസാരിക്കും. പക്ഷേ അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും അവൾ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ എപ്പോഴും നെഞ്ചിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി അവൾ ദുആ ചെയ്യും. എന്നാൽ ഈയിടെയായി LLB പഠനമൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ കുറച്ച് ജീവിക്കണം, കുറച്ച് താമസിക്കണം എന്ന് ആഗ്രഹിച്ചതായിരുന്നു. എന്നാൽ അതിനിടക്കാണ് ജഡ്ജി എന്നുള്ള സ്വപ്നം വന്നത്. കാരണം ഒരുപാട് നിരപരാധികളായ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്, കേസിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരെയെല്ലാം രക്ഷിക്കണമെന്നുള്ള അവളുടെ ആ ഒരു ചിന്താഗതി കൊണ്ട് തന്നെ അത് ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ താമസിക്കാൻ വീണ്ടും പറ്റാതെ ആവുമായിരുന്നു. എങ്കിലും അവൾക്ക് വല്ലാത്ത ടെൻഷനാണ്. എന്നും വിളിക്കും, ഉപ്പയുടെ മുഖം കണ്ടില്ലെങ്കിൽ അന്ന് ഉറക്കം വരില്ല. അങ്ങനെയായിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞ ആ കാര്യത്തിനോട് ഞാൻ എങ്ങനെ എതിര് പറയും? അവൾക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അല്ലാഹുവേ റഹ്മാനെ, പാവാണ് റഹ്മാനെ എൻ്റെ ഉപ്പ എന്ത് പറഞ്ഞതിനും ഞാൻ തയ്യാറായിരിക്കും. എനിക്ക് ഒരു വിരോധവുമില്ല. അവൾ ഒരു നിമിഷം സഫീറിനെ മനസ്സിൽ നിന്നങ്ങ് മാറ്റി വെക്കുമായിരുന്നു. റബ്ബേ, സഫീർ നീ എന്നോട് പൊറുക്കിട്ടോ. അതെ, ഒത്തിരി ഇഷ്ടമായിരുന്നു, സാരല്ല. പക്ഷേ എൻ്റെ ഉപ്പ എനിക്ക് മറ്റൊരു വിവാഹം. അവളുടെ മനസ്സിൽ നന്നായിട്ട് വിഷമമുണ്ട്, പക്ഷെ അത് പുറത്തൊക്കെ കാണിക്കാതെ അങ്ങനെ നിന്നു. എന്നാൽ പെട്ടെന്നതാ ഉപ്പ വിളിക്കുന്നു. അല്ലാ, ഹലോ മോളെ, അസ്സലാമു അലൈക്കും.
വലൈക്കും അസ്സലാം വറഹമത്തുള്ള. അല്ല മോളെ, ഉപ്പാൻ്റെ കുട്ടി എന്താ കരയാണോ? ഏയ് അല്ല ഉപ്പ. എന്താ? എനിക്ക് ഉപ്പയും ഉമ്മയും കാണാൻ വല്ലാതെ കൊതിയാന്നുപ്പാ. എനിക്കൊന്ന് കാണണം. അപ്പോൾ മോളല്ലേ പറഞ്ഞത് ജഡ്ജി ആവാൻ വേണ്ടിയുള്ള പ്രാക്ടീസാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വരുന്നുള്ളൂന്നേ. ഏ ഏ എന്താ മോളെ, എന്ത് പറ്റി? ഉപ്പാൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഉപ്പ അത് ഞാൻ എഴുതിക്കോളാം, പ്രാക്ടീസ് അവിടെ നിന്നാവാം, ഞാൻ അങ്ങോട്ട് പോരാണ് ഉപ്പ. മോളെ, ഉപ്പാൻ്റെ കുട്ടിയെ കാണാൻ എനിക്കും വല്ലാത്ത കൊതിയുണ്ട്. ഞങ്ങളാണെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറച്ചധികം പുതിയൊരു പ്രോപ്പർട്ടി തുടങ്ങാനുള്ള തിരക്കായതുകൊണ്ട് തന്നെ മോളെ നാട്ടിലേക്ക്. ഉപ്പ ഞാൻ അങ്ങോട്ട് വരാം ഉപ്പ. അതെ, അവൾക്ക് എങ്ങനെയെങ്കിലും അറബ് നാട്ടിലേക്ക് എത്തണം എന്നുള്ള ചിന്തയായിരുന്നു. എന്തെന്നറിയില്ല, വല്ലാത്തൊരു പ്രയാസം തോന്നാണ് ഇവിടെ നിന്നിട്ട്. ഫ്രണ്ട്സുകളെല്ലാം പറയും, തൊട്ടടുത്തുള്ള റൂമിലൊക്കെ ഉള്ള, എന്താണ് നിനക്കൊരു മൂഡ് ഓഫ്? ഏയ് ഒന്നുമില്ലടി. അല്ല, നീ മജിസ്ട്രേറ്റ് എക്സാം ഒക്കെ എഴുതാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി? ഇൻഷാ അല്ലാ എഴുതണം. അല്ല, നിന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് അത് പിന്നെ എന്തായി? എൻഗേജ്മെൻ്റ് ഒക്കെ പെട്ടെന്ന് നിക്കാഹ് അതൊക്കെ പറഞ്ഞു കേട്ടിട്ട്. എടി അത് എന്താ പെണ്ണെ, നിനക്ക് നല്ല ചെക്കനായിരുന്നല്ലോ, അടിപൊളിയായിരുന്നല്ലോ. എന്തേ ബിസിനസ്സുകാരോ എന്തൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ ശരി തന്നെയാണ്. ഇൻഷാ അല്ലാ അതൊക്കെ ഇനി പിന്നെ, ഇപ്പോഴല്ല. ആഹാ, അവർ കാണാനൊക്കെ വന്നിട്ട് എന്താ അങ്ങനെ ചെയ്തത്? എന്നാൽ ഈ സമയം അവളെ കാണാൻ വന്ന ചെക്കന്, അതായത് ജസീറിൻ്റെ കൂടെയുള്ള കൂട്ടുകാരൻ, അവന് വല്ലാത്ത ടെൻഷനുണ്ടായിരുന്നു. കാരണം റിസ്വാന വക്കീലിനെ ജസീർ തട്ടിയെടുക്കും, അതെ ഞാൻ നിക്കാഹ് കഴിച്ച് അവൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് അവൻ എത്തുന്നതെന്നറിഞ്ഞപ്പോൾ അവന് വല്ലാത്ത വിഷമം തോന്നി. ചതിക്കാൻ പാടില്ല ഒരു പെണ്ണിനെയും, ഒരിക്കൽ പോലും ഞാനതിന് കൂട്ടു നിൽക്കില്ല എന്ന് അവൻ ഉറപ്പിച്ച് നിൽക്കുമ്പോഴും അത് ജസീറിൻ്റെ മനസ്സിൽ, എടാ വല്ല പ്ലാനിങ്ങും സെറ്റാക്കാൻ ഉദ്ദേശിക്കണമെങ്കിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നോട്, അതിനു വേണ്ടി വെറുതെ നിൽക്കണ്ട. ഏ എന്തിനാടാ ഒരു പെണ്ണിൻ്റെ ജീവിതം നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ഒരു പെൺകുട്ടിയെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല. ആ പെൺകുട്ടിയെ വെറുതെ വിട്ടൂടെ? ഒന്നുമില്ലെങ്കിൽ അത്രയും പഠിച്ച പെണ്ണിനെ എനിക്ക് വേണം, എനിക്കെൻ്റെ സ്വന്തമാക്കണം. അതെ, കല്യാണം കഴിക്കണം, എനിക്ക് അവളെ എൻ്റേതാക്കി മാറ്റണം, ഒരാൾക്കും കൊടുക്കാതെ. എന്നിട്ടുണ്ട് ചില പരിപാടികൾ. പെട്ടെന്നവൻ ഞെട്ടിപ്പോയി. എന്താടാ നീ പറയുന്നത്? അങ്ങനെയല്ല, അങ്ങനെയൊന്നുമില്ല, നീ വിചാരിക്കുക വേണ്ട, അതെൻ്റെ പെണ്ണാണ്. പക്ഷേ നിനക്ക് റോൾ ഉണ്ടായില്ല, നീ അവളെ നിക്കാഹ് കഴിക്കണം, അതിനു വേണ്ടി നീ പുറപ്പെടണം, ഉപ്പാക്ക് വിളിക്കണം, വേഗം ചെയ്യണം കാര്യങ്ങളെല്ലാം. എന്നാൽ അവന് അതിന് സമ്മതമായിരുന്നില്ല. ഏയ് ആവില്ല. എന്നാൽ ജസീറിൻ്റെ മുമ്പിൽ അവൻ മൗനം പാലിച്ചു. നോക്കാമെന്നല്ല, ഓക്കെ വേഗം ചെല്ല്, അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ വിശദീകരിക്കേ. നിന്റെ തള്ളയും കൂട്ടി പോയിക്കോ. എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്, ഉമ്മക്കൊരു ഓപ്പറേഷത്തിന് ആവശ്യത്തിന് വേണ്ടി പണത്തിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് നിൻ്റെ മുമ്പിൽ ഞാൻ പണത്തിന് വേണ്ടി നീ എൻ്റെ അടുത്ത് വരും. പിന്നെ ഓരോ കാര്യത്തിന് ഒന്ന് ഒറ്റക്ക് പോടാ, ഒറ്റക്ക് പോയിട്ട് പെട്ടെന്ന് എൻഗേജ്മെൻറ്റ് വേണമെന്ന് പറ, അവളോട് തന്നെ നേരിട്ട് പറ. എന്നിട്ട് വേണം എനിക്ക് അവളെ എൻ്റെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോവാൻ. റിസ്വാന വക്കീൽ, എന്താല്ലേ, ചില വക്കീലന്മാർക്കൊക്കെ കുറച്ച് അഹങ്കാരം കൂടുതലുണ്ടോയെന്ന് എനിക്കൊരു സംശയമില്ല. അതില്ല, ആ അഹങ്കാരത്തിൻ്റെ ആ മുനയൊക്കെ ഞാനങ്ങ് ഒടിച്ചു കളയും, അവളെൻ്റെ കയ്യിലിട്ടട്ടെ. ജസീറിൻ്റെ വാക്കുകൾ കേട്ട് അവൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. റബ്ബേ ഇല്ല, ഞാനീ ചതിക്ക് കൂട്ടു നിൽക്കില്ല. എന്താടാ വേഗം ചെല്ല്, നിനക്ക് എണ്ണിത്തന്ന ലക്ഷങ്ങളെവിടെ? അതൊക്കെ നീ നിൻ്റെ തള്ളയുടെ ഓപ്പറേഷത്തിനൊക്കെ വേണ്ടി ചിലവാക്കിയല്ലോ. ഇപ്പം എന്താ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ കേൾക്കാത്ത? മനമില്ല മനസ്സോടു കൂടെ അവൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് റിസ്വാന വക്കീലിൻ്റെ അടുത്തേക്ക്. പക്ഷേ എന്നെ കണ്ടാൽ അവൾ എന്ത് പറയും, എന്ത് വിചാരിക്കും എനിക്കറിയുന്നില്ല. പക്ഷേ ചതി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഒരു പക്ഷേ അവൻ തന്നെ നേരിട്ട് വിളിച്ച് ആ കല്യാണമൊക്കെ പെട്ടെന്ന് സെറ്റാക്കാൻ ആ പിതാവിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പാവം റിസ്വാന വക്കീൽ ഒന്നും മിണ്ടില്ലായിരിക്കും. കാരണം ഉപ്പ ഏത് ബന്ധമാണ് എനിക്ക് കണ്ടെത്തി തരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ചതിയിൽ പെടുന്നതും അവൾ അറിയില്ല. ജസീറുമായുള്ള വിവാഹത്തിന് വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്ന ജസീർ. അത് റിസ്വാനയെ കെട്ടണം, പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, അതിനെത്ര ലക്ഷങ്ങൾ എറിയേണ്ടി വന്നാലും ശരി എന്നതാണ് അവൻ്റെ മനസ്സിലെ ഉദ്ദേശം. എന്നാൽ അവൻ നേരെ ചെല്ലുകയാണ്
റിസ്വാൻ വക്കീലിൻ്റെ റൂമിലേക്ക് അന്ന് പെണ്ണ് കാണാൻ ഉമ്മയും കൂട്ടി വന്നതായിരുന്നു. ഇപ്രാവശ്യം ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ അന്ന് ഫോൺ വിളിച്ചിട്ട് തന്നെ എന്നെ ചീത്ത പറഞ്ഞതാണ്. നിക്കാഹ് കഴിയാതെ ഒരാളോട് ഹറാമായ രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. ഇതിപ്പോൾ ഞാൻ നേരിട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലും വിചാരിക്കോ എനിക്കറിയില്ല. ഇനി ഫോണിലേക്ക് വിളിക്കേ അതോ ഇനി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ അറിയില്ല. പാവാ പെണ്ണിനെ രക്ഷപ്പെടുത്തണം. ഒരിക്കൽ പോലും അവനക്ക് ഞാൻ അവളെ കൊടുക്കില്ല. അവൻ്റെ മനസ്സിലും ചെറിയ ചില ചിന്തകളുണ്ടായിരുന്നു. പക്ഷെ റിസ്വാൻ വക്കീൽ എന്നെ മനസ്സിലാകില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ ഈ സമയം ഉമ്മയും ഉപ്പയും അവിടെ ഗൾഫിൽ ഇപ്പം മോൾക്ക് 2 ആലോചനകൾ വന്നിട്ടുണ്ട് അല്ലേ? അതിൽ ആദ്യം വന്ന ആലോചനയ്ക്ക് ഇപ്പം എന്താ കുഴപ്പം? ഉമ്മയുടെ വാക്ക് കേട്ട് ഉപ്പ പറഞ്ഞു അത് മോൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിന് നിൽക്കണ്ട. ഓഹോ, അപ്പോൾ നമ്മൾ മകളുടെ സാമ്പത്തികം, അവളുടെ ഭർത്താവിൻ്റെ സിറ്റുവേഷൻസ്, കാര്യങ്ങൾ, അതുപോലെ ബിസിനസ്, അതൊക്കെ എല്ലാം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ വെറും ദീനെന്ന് പറഞ്ഞ് മാത്രം, ദീന് മാത്രം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ദീനിൻ്റെ കൂടെ മറ്റു പലതും എല്ലാം ഉണ്ട്. എന്താ അങ്ങനെയല്ലേ? ദീനെന്നൊക്കെ പറഞ്ഞാൽ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ദീന് മാത്രമായി കഴിഞ്ഞാൽ അവർക്ക് സാലറി കുറവായിരിക്കും, ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ മോൾക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതാണ്. രണ്ടെണ്ണം ഉണ്ടല്ലോ. എന്തായാലും ഞാനൊന്ന് തീരുമാനിക്കട്ടെ. നീ എന്താ തീരുമാനിക്കുന്നത്? ആദ്യം കാണാൻ വന്ന ആളുമായുള്ള നിക്കാഹ് മതി. എന്താ, അതല്ലേ നല്ലത്? അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അയച്ചു തന്നിട്ടുണ്ടല്ലോ. ഫുൾ ഡീറ്റെയിൽസ്, അവരുടെ ലൊക്കേഷൻ, അതുപോലെ അവരുടെ വീട്, കാര്യങ്ങൾ, സ്ഥലം എല്ലാം അത് അയച്ചു കൊടുത്തത് മറ്റാരുടേതുമായിരുന്നില്ല. അത് ജസീറിൻ്റെ വീടും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഫോട്ടോ മാത്രം അത് വെച്ചത് മറ്റാളുടേതും. അങ്ങനെയായിരുന്നു വെച്ചത്. അതെ, അവർ ചതി തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട്. അതെ, എല്ലാം കൊണ്ടും നമുക്ക് ആദ്യത്തെ ബന്ധത്തിനോട് മുന്നോട്ട് പോകാം. ആ പിതാവ് ദയനീയമായി ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. അതെ, എന്താ? ഞാൻ പറയുന്നത് ആദ്യത്തെ ഇത് മതി, രണ്ടാമത്തത് വേണ്ട. രണ്ടാമത് അത്ര പോരെന്ന് തോന്നുന്നു, ഒന്നാമത്തത് മതി. പക്ഷേ ജ്യേഷ്ഠൻ്റെയും അഞ്ചൻ്റെയും വീടും കാര്യങ്ങളും ഒന്നാണ്. അതൊന്നും അവർക്കറിയുന്നില്ലല്ലോ. ഫോട്ടോ മറ്റൊരുത്തൻ്റെയും ഡീറ്റെയിൽസ് ആ വീടിൻ്റെയും കൊടുത്തപ്പോൾ ശരിക്കും ആ ഉമ്മാക്കും ഇഷ്ടപ്പെട്ടത് അതുതന്നെയായിരുന്നു ആദ്യത്തെ ബന്ധം. ആദ്യം വന്ന് നമ്മളെ മോൾക്ക് സുഖമായി ജീവിക്കാം, എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും, വലിയ കൊട്ടാരം പോലത്തെ വീട് എല്ലാം ഉണ്ട് അവൾക്ക്. അതല്ലേ നല്ലത്? ഉപ്പ പറഞ്ഞു നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ തന്നെ ആക്കാം. പക്ഷേ എൻ്റെ മോളെ എല്ലാ കാര്യവും നിങ്ങളങ്ങനെ ഓക്കെ. ഞാൻ ചെറുപ്പത്തിലേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മക്കളായാലും എല്ലാം സാധിപ്പിച്ച് കൊടുക്കരുത് എന്നുള്ളത്. കുറച്ച് കൺട്രോൾ നമ്മുടെ കയ്യിലും വേണം, എങ്കിലും മക്കളുടെ ഭാവിയൊക്കെ നന്നാവുള്ളൂ. ഇതിന് പക്ഷേ അവൾ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ കണ്ടോ, എല്ലാം കൊണ്ട് സേഫ്റ്റിയാണ് ആ വീട്. പിന്നെ അത് മാത്രമല്ല, അവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക ശേഷിയും കാര്യങ്ങളും, ജീവിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടല്ലോ. മോളേതായാലും കേസ് വാദിച്ച് ക്യാഷ് വാങ്ങൂല. അവൾക്കതെങ്ങനെയാണ് ഇഷ്ടം. അവൾക്കൊരിക്കലും ഒരാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഒരിക്കലും ഈ വക്കീൽ എന്നുള്ള പരിപാടിയിൽ നിന്നും വരുമാനം നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി ഉള്ളിടത്തുനിന്നല്ലേ നല്ലത്. ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട് ആ പിതാവ് മൗനം പാലിച്ചു. ഒരു നിമിഷം അദ്ദേഹത്തിന് തോന്നിപ്പോയി, ആദ്യം പറഞ്ഞത് അത് മോൾക്ക് ഇഷ്ടമല്ലാതപ്പോൾ എങ്ങനെ? പക്ഷേ എന്തപ്പോൾ ചെയ്യാം? ആ പിതാവ് ആകെ വിഷമത്തിലായി. എന്നാൽ ഈ സമയം അതാ റിസ്വാന വക്കീലിൻ്റെ അടുത്തേക്ക് അവളെ കാണാൻ വന്ന ആ യുവാവ് വരികയാണ്. അതും ഒറ്റയ്ക്ക്. ഒരുപക്ഷെ റിസ്വാൻ വക്കീൽ അവനെ കാണുമ്പോൾ എന്തായിരിക്കും പ്രതികരണം അറിയുന്നില്ല. കാരണം അവളെ വിളിച്ചിട്ട് അവൾ അതിനനുസരിച്ച് പറഞ്ഞതായിരുന്നു. പക്ഷെ നേരിട്ട് വരുമ്പോൾ എന്തായിരിക്കും? അങ്ങനെ അത് റിസ്വാൻ വക്കീൽ അന്നത്തെ ന്യൂസ് പേപ്പർ നോക്കിക്കൊണ്ട് ബാൽക്കണിയിൽ ഒരു കോഫിയും കുടിച്ച് ഇരിക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് ഉമ്മയുടെയും ഉപ്പയുടെയും അരികിലേക്ക് പോകണം എന്നുള്ള ചിന്തയും അവളിലുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവിടെ കോളിംഗ് ബെൽ അമർന്നത്. ഒരു നിമിഷം ന്യൂസ് പേപ്പർ മടക്കി വെച്ച് അവൾ ആ ഒരു കോഫിയുടെ ഗ്ലാസും അവിടെ വെച്ച് നേരെ അതാ വാതിലിനടുത്തേക്ക് ചെല്ലുന്നു. ആരിപ്പോൾ ഈ സമയത്ത്? ഫ്രണ്ട്സുകളൊന്നുമില്ലല്ലോ, അവരൊക്കെ പോയല്ലോ. ഇതിപ്പോൾ ആരായിരിക്കും? ആരാ? എന്നെ മനസ്സിലായോ? ഒരു നിമിഷം റിസ്വാൻ വക്കീൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അതെ, തന്നെ കാണാൻ വന്ന ആ ഒരു യുവാവ്. എന്താ കാര്യം? നിങ്ങൾ എന്തിനിപ്പോൾ ഇവിടെ വന്നത്?
അത് എനിക്ക് അതെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ലെന്നുള്ളത്. അത് മാത്രമല്ല, പിന്നെ എനിക്ക് പറയാനുള്ളത്, വിവാഹത്തിന് മുമ്പ് നിക്കാഹിന് മുമ്പും ഇങ്ങനെ കൂടിക്കാഴ്ചയും കാര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ദയവായി ഫോൺ ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞതല്ലേ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്തേക്ക് കയറി വന്നത്? നിങ്ങളുടെ ഉമ്മയുണ്ടോ കൂടെ? ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം. ദയവായി നിങ്ങൾ പുറത്തേക്ക് നിൽക്കൂ. എനിക്ക് ഇതിനോട് താല്പര്യമില്ല, അതുകൊണ്ടാണ്. സോറി എന്ന് പറഞ്ഞ് റിസ്വാന വക്കീൽ വാതിൽ അതാ അടക്കുകയാണ്. പിന്നെ ഒന്നുകൊണ്ടും നിങ്ങളെ ഞാൻ ആക്ഷേപിക്കല്ല, വിമർശിക്കല്ല. പക്ഷെ ഇതിനോട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ വിവാഹകാര്യങ്ങളാണെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ അവർ സംസാരിക്കട്ടെ. നമ്മൾ തമ്മിൽ നേരിട്ട് സംസാരിച്ചതാക്കിയിട്ട് എന്ത് കാര്യം? തൽക്കാലം ഇപ്പം ഞാൻ അതിനെ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, സോറി എന്ന് പറഞ്ഞ റിസ്വാന വക്കീൽ അതാ വാതിൽ അടച്ചു. ഒരു നിമിഷം നിസ്സഹായനായി അവൻ അവിടെ നിന്നു. എന്ത് ചെയ്യണം? അത് മേഡം, എനിക്കത് പറയാനല്ല, മറ്റൊരു കാര്യമാണ്. ദയവായി സോറി, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വിവാഹത്തിൻ്റെ അതിനെനിക്ക് താല്പര്യമില്ലെന്ന്. ദയവായി, ഒന്നും ഉണ്ടായിട്ടില്ല, നിങ്ങളെ ഒരിക്കലും അപമാനിക്കുകയല്ല. സോറി എന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് തന്നെ പോന്നു. എന്നാൽ അവന് എന്ത് ചെയ്യണം എന്ത് പറയണമെന്ന അവസ്ഥയായി. ഒരു പക്ഷേ ഉപ്പയോടെല്ലാം പറഞ്ഞ് നിക്കാഹ് കഴിക്കലും ജസീർ സ്വന്തമാക്കലും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ റബ്ബേ, പാവം പെണ്ണിൻ്റെ ജീവിതം നഷ്ടപ്പെടും. അത് ഒരിക്കൽ പോലും അവൾക്ക് ജീവിക്കാൻ പിന്നെ കഴിയില്ല. അതാ ഒരു കുട്ടി കണ്ടില്ലേ വീൽ ചെയറിൽ ഭാര്യയായി ചെന്ന. ഇനി ഇവളുടെ സ്ഥിതി, അവൻ പറഞ്ഞത് കേട്ടില്ലേ, അവളെ ഞാൻ വീൽ ചെയറിലല്ല കിടത്തി സ്ട്രക്ചറിലാക്കും എന്നാണ്. പഠിച്ചോനെ അല്ലാ, ഇങ്ങനെ കസ്വത്തിൽ കൽബ് എല്ലാവർക്കും ഉണ്ടാവും റബ്ബേ, നീ കാത്തുരക്ഷിക്ക്. എന്നാൽ അവൻ നിസ്സഹായനായി അവിടെ തന്നെ അല്പനേരം നിന്നു. വക്കീലിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ എന്ന് വെച്ചാൽ ശരിയാണ്, അന്ന് ഞാൻ വിളിച്ചൊക്കെ ചെയ്തു. പിന്നിപ്പോൾ ഒക്കെ അവൻ്റെ ഭീഷണി കൊണ്ട് വിളിച്ചതാണ്. ഇപ്പോൾ ഇതും വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എങ്ങനെയെങ്കിലും റിസ്വാലിൻ്റെ വക്കീലിനെ കാര്യങ്ങൾ ധരിപ്പിക്കണം. ഒരിക്കൽ പോലും ഈ ഒരു നിക്കാഹിന് സമ്മതം കൊടുക്കരുത് എന്ന് പറയുവാൻ വേണ്ടി മാത്രമായിരുന്നു അവൻ അങ്ങോട്ട് എത്തിയിരുന്നത്. എന്നാൽ പാവം, അവൾക്കറിയില്ലല്ലോ, അവളെ വിചാരം ഇത് തന്നെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ തന്നെ വിവാഹം നടത്തുവാനോ വേണ്ടിയിട്ട് എത്തുന്നതാണ് എന്നാണ് കരുതിയത്. അവൾ മാന്യമായ രീതിയിൽ പറഞ്ഞു വിടുകയും ചെയ്തു. എന്നാൽ ജസീറിൻ്റെ കാര്യം അതല്പം പെശകുള്ളതാണ്. അവനൊന്നിനും മടിക്കാത്തതാണ്. ആ പെണ്ണിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആ പെണ്ണിനെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെയായിരുന്നു അവൻ്റെ മനസ്സിൽ അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ റിസ്വാന വക്കീലിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അതെ, ഞാൻ വിളിച്ചതുകൊണ്ട് ബ്ലോക്ക് ലിസ്റ്റിലാണുള്ളത്, അതുകൊണ്ട് മെസ്സേജ് അയക്കാൻ പോലും പറ്റില്ല. പക്ഷേ ചതിയിൽ പെടുത്താൻ പാടില്ല, ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത. അന്ന് അവിടെ നിന്ന് പോന്നുവെങ്കിലും പിറ്റേന്നും അവിടേക്ക് തന്നെ പോകുവാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. റിസ്വാന വക്കീലിനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കണം, അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം വീട്ടുകാരെയും എന്നായിരുന്നു അവൻ്റെ ലക്ഷ്യം. അവൻ്റെ ലക്ഷ്യം നടക്കുമോ? അതോ ജസീർ അപ്പോഴേക്കും വിളിച്ച് അവളുടെ ഉപ്പയൊക്കെ പറഞ്ഞ് സെറ്റാക്കി നിക്കാഹ് നടത്തുമോ? എന്നിട്ട് അവൻ്റെ കീഴിൽ അവളും നിരകിക്കേണ്ടി വരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.